ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്ന് തിരുവോണമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ എണീക്കുന്നതിനേക്കാളും കുറച്ച് നേരത്തെ നമ്മൾ എണീറ്റു. നാട്ടിൽ വന്നതിന് ശേഷം നേരത്തെ എണീക്കലൊക്കെ കണക്ക് തന്നെയാണ്. ഇന്നലെ രാത്രി ഞാനും അപർണയും മാമിയും കൂടെ ഈ ഒരു ബെഡിലായിരുന്നു. വർത്താനും വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കിടന്നപ്പോക്ക് ഒരു നേരമായിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അവരെ എണീപ്പിക്കേണ്ട, കുറച്ചു നേരം കൂടെ റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് പോയി ബെയിലിൻ്റെ അടുത്തൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് വരാം. നമ്മൾ രണ്ടുപേരും കൂടെ രാവിലെ കുറച്ച് വാമപ്പൊക്കെ ചെയ്തു. ഇനി നമുക്ക് മെല്ലെ പോയിട്ട് അപർണേനെ ആമിനെ എണീപ്പിക്കാം കേട്ടോ. കാരണം ഇപ്പം സമയം ഏകദേശം ഒരു 7-7:15 ഇവരെണീപ്പിച്ച് റെഡിയായി പൂക്കളൊക്കെ ഇട്ട് വരുമ്പോഴേക്ക് ഒരു നേരമാവും. ഇനി ഈ ഒരു ബെഡിൽ നമ്മൾ 3 പേരും കൂടി ഇന്നലെ അറ്റൻഷനിലാണ് കേട്ടോ കിടന്നുറങ്ങിയത്. അമ്മയും അച്ഛനും രാവിലെ നേരത്തെ എണീറ്റു. അമ്മയുടെ അടുക്കളപ്പണിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് അടുക്കളയിൽ ഒരു മിന്നൽ വിസ്റ്റ് നടത്തിയായിരുന്നു. അച്ഛൻ തോട്ടത്തിലാണ് കേട്ടോ. അച്ഛനിവിടെ കാര്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലാണ് മദ്രസ. രാവിലെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നല്ല രസമാണ് കുഞ്ഞു മക്കൾ പഠിക്കാൻ പോകുന്നത് കാണാൻ വേണ്ടിയിട്ടൊക്കെ. ഇപ്പോൾ കാര്യമായിട്ട് വർക്കൗട്ടൊന്നും ഇല്ല കേട്ടോ. ബെയിലിനെയും കൊണ്ട് ഇടയ്ക്ക് ഞാൻ ഒന്ന് പുറത്ത് നടക്കാൻ പോകും. വീടിൻ്റെ ചുറ്റും കുറച്ച് ബെയിലിയുടെ ഓടി കളിക്കും. ആ വർക്കൗട്ടേ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ളൂ. തിരിച്ചു പോയിട്ട് നമുക്ക് ശരിയാക്കണം. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴൊക്കെ അപർണയും ആമിയൊക്കെ എണീറ്റ് റെഡി ആയിട്ടുണ്ട്. അവരൊന്ന് പോയി ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി കുളിച്ച് റെഡി ആയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഹാപ്പി ഓണം. അന്ന് രാവിലെ എണീറ്റ് പൂ വാങ്ങിക്കാൻ പോവാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ വാങ്ങിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി നമുക്കെല്ലാവരും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വരാൻ കുറച്ച് ലേറ്റ് ആയി അല്ലേ? അത്യാവശ്യം വൈകി. 10 മണി എത്തിയപ്പോൾ. അപ്പോൾ പൂ നമ്മൾ നോക്കിയെങ്കിലും കിട്ടിയില്ല. രാവിലെ എണീറ്റപ്പം പോവാണ്. അപ്പോൾ സമയം 7:30-7:45 ആയിട്ടുണ്ട്. വേഗം പോയിട്ട് പോയോ. ഈയാണ് ഇന്നത്തെ പരിപാടി തുടങ്ങണ ആള്. ഹാപ്പി ഓണം. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ ഓണം പരിപാടി? നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മദ്രസ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ക്ലാസ് ഇപ്പം അവർ മൈക്കിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം. ക്ലാസ് കുറച്ച് നേരത്തിനുള്ളിൽ തീരും. ഒരു അരമണിക്കൂറൊക്കെ രാവിലെ ഉണ്ടാവാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കാര്യം പറയാം. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായിട്ട് ഓക്കെ. നല്ല രസം ഇവിടെ നിൽക്കാം. നല്ല ചെറിയ വെയിലും നല്ല ചെറിയ തണലും എല്ലാം കൂടെ നല്ലൊരു ഓണം ഫീൽ. ഇത്രയും പൂ വാങ്ങിയോ? ഏത് മുല്ലപ്പൂവോ? വെള്ളം പച്ചയോ? പച്ച പൂവൊക്കെ ഉണ്ട്. അതേതാ പച്ച പൂവ്? വെയിൽ നിനക്ക് പറ്റുന്ന കാറ്റഗറി അല്ല, പൂവാണ്. 40 ഉള്ളൂ മുല്ലപ്പൂന്. അത് ലാഭമായല്ലോ. കഴിഞ്ഞ തവണ ഞാൻ എനിക്കിവിടെ മുഴത്തിന് 100 രൂപയോ. ഗൈസ് മുല്ലപ്പൂ കിട്ടിയോ ഗൈസ്? പക്ഷെ 10 മുഴ ഉണ്ടോ? അത് 10 മുഴ എത്ര കുറച്ച് മുല്ലപ്പൂവേ ഉള്ളൂ. നമ്മുടെ മുല്ലപ്പൂവൊക്കെ ഇവിടെ നല്ലോണം വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ റണ്ണിങ് ലേറ്റ് ആണ്. 8:30 നമ്മളൊന്ന് റെഡി ആയതിനു ശേഷം നമുക്ക് പൂവിടാൻ വേണ്ടി തുടങ്ങാന്നാണ് വിചാരിക്കണത്. പൂവിട്ട് കഴിഞ്ഞ് റെഡി ആകുമ്പോഴേക്ക് ചിലപ്പോൾ നേരെ സദ്യ കഴിക്കേണ്ട അവസ്ഥയാവും. അപ്പൊ ശരിക്കും ഒന്നും കൂടെ ഒരു ഹാപ്പി ഓണം. ഇവിടെ പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. ഞാൻ ക്ലാസ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പറയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ മൈക്കിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമല്ലോ. അപ്പൊ എന്തായാലും ഹാപ്പി ഓണം. ഇവിടെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഓണ ദിവസം തുടങ്ങിയിരിക്കുകയാണ്. കാര്യമായ അങ്ങനെ വലിയ പ്ലാനൊന്നും ഇല്ല കേട്ടോ. സാധാരണ രീതിയിൽ നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ ചേർന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 4 പേരുണ്ട്. പിന്നെ നമ്മുടെ 2 സിസ്റ്റേഴ്സും ഫാമിലി ഉണ്ട്. അമ്മമ്മയും വെല്ലച്ചനും ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ തറവാട്ടിൽ വെച്ചിട്ടാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം അമ്മമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ ഇപ്പോൾ പറ്റില്ല. അമ്മമ്മ അങ്ങനെ അധികം നടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്നിട്ടാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. മുന്നേ പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അമ്മമ്മേനെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരിക്കില്ല. കാരണം അമ്മമ്മയ്ക്ക് ഇപ്പോൾ പ്രായമായതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ചിരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന അമ്മമ്മയാണ് നിങ്ങളുടെ മനസ്സിൽ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് അമ്മമ്മേനെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അമ്മമ്മയ്ക്ക് എന്നാലും നമ്മുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനും വർത്തമാനം പറയാനും ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആൾ അത്യാവശ്യം കുറച്ചൊക്കെ ഒന്ന് ക്ഷീണിച്ചിരിക്കുന്നു.
അങ്ങനെ എനിക്ക് അമ്മമ്മേനെ പ്രസൻറ്റ് ചെയ്യേണ്ട എവിടെയും. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ഇനി റെഡിയായി ഓണൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മളിപ്പോൾ കാര്യമായിട്ട് മുന്നേ കുറച്ച് ഒരു 2 കൊല്ലമൊക്കെ ആയിട്ട് ഓണാണെങ്കിലും വിഷു ആണെങ്കിലും പിറന്നാളാണെങ്കിലും കാര്യമായ കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഇവിടെ അടുത്തൊരു കേറ്ററിംഗ് ഉണ്ട്, അവിടെ നമ്മൾ ഏൽപ്പിക്കുകയാണ് ചെയ്യാറ്. അച്ഛൻ്റെ കൃഷികൾ എന്തൊക്കെയോ ആയിട്ട് അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ കാര്യമായിട്ടുള്ള കുക്കിംഗ് പരിപാടിയൊന്നുമില്ല. എനിക്ക് ആക്ച്വലി കുക്കിംഗ് കുറച്ച് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ അവിടെ ആവുമ്പോൾ നമ്മളെല്ലാവരും കൂടി പോട്ട്ലക്ക് പോലെയല്ലേ ചെയ്യാറ്. എന്തെങ്കിലുമൊക്കെ തലേന്ന് കുക്ക് ചെയ്യാനും രാവിലെ കുക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് കുറച്ചൊന്ന് ബിസി ആവാറുണ്ട്. ഞാനിവിടെ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അമ്മയുടെ അടുത്ത്, പക്ഷേ അമ്മയ്ക്ക് ക്ലീനിങ് അങ്ങോട്ട് തികയില്ല. അപ്പം അതിലും ഭേദം ശാന്തമായി നമ്മൾ സദ്യ ഓർഡർ ചെയ്യുന്നു, നമ്മളെല്ലാവരും ഓർഡറിന് ഒരുമിച്ച് ഇരുന്ന് കഴിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. രാവിലെ എണീറ്റ് കുറേ നേരമായി ഞാൻ കുളിക്കാൻ റെഡിയായി കൊണ്ട് നിൽക്കുന്നു. ഓണത്തിൻ്റെ ദിവസം നമ്മളിങ്ങനെ ചപ്രതയച്ച് നിൽക്കുന്നത് ശരിയല്ല. ഞാനൊന്ന് പോയി കുളിച്ച് റെഡിയായിട്ട് വരാം. ഓക്കെ, ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് പ്രോട്ടീൻ ഞാൻ അധികം കഴിക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്നൊരു മുട്ട പുഴുങ്ങിയതും കൂടെ വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ ഇല മുറിക്കാൻ പോകും. സമയമുണ്ടല്ലോ, ഇരുന്ന് ലേറ്റ് ആവുക എന്ന് പറയണത് എന്നെ കണ്ടാൽ ഒരാൾക്ക് മനസ്സിലാവും. ഇവരൊക്കെ കുളിച്ച് റെഡിയായി വന്നു. ആമിതേ കുളിച്ച് റെഡിയായി. ഞാൻ എനിക്ക് മേലെ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഞാൻ മേലെ കഴുകി നമ്മളിനി പെട്ടെന്ന് ഡ്രസ്സ് മാറ്റുന്നതാണ്. അപ്പോഴാണ് അപർണ പറഞ്ഞ മുല്ലപ്പൂവ് വാഴയുടെ ഇലയിലിരിക്കുന്നതാണ് ആംബിയൻസ്. അപ്പോൾ ആംബിയൻസിന് വേണ്ടി ഞങ്ങൾ തൊടിയിലേക്ക് ഇറങ്ങിക്കുക. ഇവിടെ പിന്നെ വാഴയ്ക്ക് ക്ഷാമമില്ലാത്തോണ്ട് ഞങ്ങൾക്ക് വാഴയ്ക്കും തെങ്ങിനും ക്ഷാമമില്ല. ആദ്യം കേട്ടപ്പോൾ അപർണ ഒരു കാഷ്വലായിട്ട് പറഞ്ഞതാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി ഇതെന്നെ കൊള്ളിച്ച് പറഞ്ഞതാണോ ഇവിടെ വാഴയ്ക്ക് ക്ഷാമമില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീടിനെ താത്തേ വീടെന്ന് വിളിക്കാറ്, കാരണം താഴത്തായതുകൊണ്ട്. കണ്ടോ, ഈ ആംഗിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് വീടിന് താഴത്തെ വീടെന്ന് പേര് വന്നതെന്ന്. ഈ നേരൊക്കെ ബെയിലി നല്ല കിടിലൻ റെസ്റ്റ് എടുക്കുന്ന സമയമാട്ടോ. അതുകൊണ്ട് ബോംബ് പൊട്ടിയാലും ബെയിലി എണീക്കില്ല. നമുക്ക് മുല്ലപ്പൂവൊക്കെ ഒന്ന് തുറന്ന് കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് വെക്കാം കേട്ടോ. ഇനി വാടിപ്പോയാലോ. കേരളത്തിൽ നടക്കുന്നില്ല ബെയിലി. പൂ വാങ്ങിക്കുന്നു, ന്യൂസ് പേപ്പർ വിരിക്കുന്നു. എന്തൊക്കെയാണ് ബെയിലി കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഓരോ ശല്യങ്ങളായിട്ട് വന്നോളൊന്ന്. പിന്നെ അതേപോലെ കുടന്ന എല്ലാ പൂവുമില്ലേ നമുക്കൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. എന്നാൽ പിന്നെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പൂവിട്ടാൽ മതിയല്ലോ. ബെയിലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളിലൊന്നാണ് നമ്മൾ കുറച്ച് പേര് കൂടിയിരുന്ന് വർത്താനം പറയുകയാണെങ്കിൽ വർത്താനം പറയുന്ന ആളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കല്. എനിക്ക് ഉറപ്പാണ് ഇവൾക്ക് നമ്മൾ പറയുന്ന എല്ലാം നന്നായി മനസ്സിലാവുന്നുണ്ട്. മലയാളമാണ് ഇവളുടെ ഫസ്റ്റ് ലാംഗ്വേജ്. ബെയിലി, അപർണ, ആമി ഞാനും കൂടെ ഓണത്തിന് വേണ്ടി റെഡി ആവാൻ പോവാണ് അല്ലേ. ബെയിലി എവിടെ? റെഡി ആവാന്ന് കേട്ടപ്പോ ഇതേ ഒളിച്ചിരിക്കുന്നു കേട്ടോ. അയ്യേ, എന്താ തിന്ന്? എന്തൊരു ജന്തുവിനെ കിട്ടിക്കണോ? എന്താ എന്താ ബെയിലി? അപർണ ഡെന്റിസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് ഒരാളുടെ വായ എങ്ങനെ കൃത്യമായി നോക്കണം എന്ന് അപർണയ്ക്ക് അറിയാം. ബെയിലി എന്തോ ഒരു കട്ടിയുള്ളൊരു സാധനമായിരുന്നു, എന്തോ ഒരു ബട്ടൺസ് പോലെയുള്ളത്. അതെടുത്ത് കഴിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറങ്ങൂല എന്നുള്ള അവസ്ഥയിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. എനിക്കങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖലയൊന്നും അല്ല കേട്ടോ പൂക്കളം. എനിക്ക് അത്യാവശ്യം കുറച്ച് കഴിഞ്ഞാൽ ബോറടിക്കാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് തന്നെ അപർണയും ആമിയും കൂടെയാണ് പൂക്കളത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ രാവിലെ തൊട്ട് വിളവെടുപ്പിലാണ്. അപ്പോൾ ഇത് കോവയ്ക്കാണ് കേട്ടോ. കോവയ്ക്ക മാത്രമല്ല, പീച്ചിക്ക, കോവയ്ക്ക, ചീര, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ തോട്ടത്തിലുണ്ട്. ബെയിലി നമ്മുടെ എല്ലാവരും കൊഞ്ചിപ്പാറുമാണ് കേട്ടോ. എല്ലാവരും ഇവിടെ മാറി മാറി കൊഞ്ചിക്കാറുള്ളത് ബെയിലിനെയാണ്. അതുകൊണ്ട് തന്നെ ബെയിലിയുടെ സ്വഭാവത്തിൽ അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആരിവിടെ വന്നു കഴിഞ്ഞാലും ബെയിലിനെ ഒന്ന് അഡ്രസ്സ് ചെയ്ത് ഒരു ഹായ് ഹലോ ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ബെയിലിക്ക് അതൊക്കെ ഒരു ചെറിയ വിഷമമാണ്. ഇതേ ഇപ്പോൾ അനു വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അനു ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ആദ്യം ബെയിലി വന്ന് ഒരു ഹായ് ഹലോ ഒക്കെ പറയും. അതിന് ശേഷമാണ് എല്ലാവരുടെ അടുത്തൊക്കെ ഒന്ന് മിണ്ടാനും പറയാനൊക്കെ വേണ്ടി പാടുള്ളൂ. പിന്നെ ബെയിലിക്ക് കൂടുതൽ താല്പര്യം ബോയ്സിനെയാണ് കേട്ടോ. ഇപ്പം എന്നെയും അപർണേനെയും ആമീനെയൊന്നും വലിയൊരു മൈൻഡൊന്നുമില്ല. അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ ജീവിച്ച് പോയിക്കോട്ടെ എന്നുള്ളൊരു ഭാവമേ ഉള്ളൂ. ഏകദേശം പൂക്കളൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപർണ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പോയി പെട്ടെന്ന് റെഡിയായി വന്നതിന് ശേഷം പൂക്കളത്തിലോട്ട് കിടക്കാം. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുല്ലപ്പൂ വെച്ച് AC ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു കല്യാണ വൈബ് അല്ലേ. ഓണം കല്യാണം കൂടെ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. ഞാൻ അന്ന് ഫോട്ടോഷൂട്ടിന് പോയപ്പോഴും അതൊരു സേവ് ദ ഡേറ്റ് ആവാതെ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഞാൻ ചോദിച്ചു കൂടെ ഉള്ളത് കാരണം പലതും നമ്മൾ അങ്ങനെ സെറ്റ് സാരി മുണ്ടൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു
കല്യാണം ഫീൽ വരിക ഫോട്ടോസിനൊക്കെ. ഞങ്ങൾ 4 പേരും കൂടിയാണ് റെഡി ആവാൻ വേണ്ടി പോണ കേട്ടോ. ഞങ്ങളുടെ 4 ഗേൾസിൻ്റെയും കിട്ടേണ്ടി റെഡി. ഒരു താല്പര്യമില്ല. ഓരോ ഓണം വിഷു ഒന്ന് പരിപാടിയിട്ട് ഇറങ്ങിക്കോളും. മനുഷ്യനെ ഉദ്ദേശിക്കല്ലേ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബെയിലിക്ക് ബോറടിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ബെയിലിക്ക് ഇങ്ങനെ റൂമിൽ ഡോറടച്ചിരിക്കുന്നൊന്നും ഇഷ്ടമുള്ളൊരു പരിപാടിയല്ല. എല്ലാവരും ഇടയിൽ കൂടെ ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടക്കണം. അപ്പോൾ ബെയിലി ഇതേ ഡോറിൻ്റെ അവിടെ വന്നിട്ട് കാവലാണ്. പക്ഷെ നല്ല രസമുള്ളൊരു സീനാണ് കേട്ടോ. ബെയിലി ഇവിടെ വന്ന് കുറച്ച് നേരം ആരും മൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബെയിലി സ്വന്തം ഡോറ് മുട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരും ഇപ്പോൾ ഡോറ് തുറന്നെടുക്കാത്ത കേട്ടോ. ഞാനിന്ന് ഈ ഒരു സെറ്റ് സാരിയാണ് എടുക്കുന്നത്. ഇതെനിക്ക് അച്ഛൻ കുത്താമ്പള്ളിയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതായിരുന്നു. എനിക്ക് ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസം ഉണ്ടായിരുന്നില്ലേ ആ ഒരു ഡോറിൽ മുട്ടൽ. അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആരും ഡോർ തുറക്കാതിരുന്നത്. നമ്മളങ്ങനെ ഫേസിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അമ്മ വന്നിട്ടുണ്ട് കേട്ടോ സാരി എടുപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ വർത്താനൊക്കെ പറഞ്ഞ് മേക്കപ്പൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ലേറ്റായി. അപ്പോൾ നമ്മളിന്ന് കാര്യങ്ങൾ പെട്ടെന്ന് നീങ്ങാൻ വേണ്ടിയിട്ടാണ് അമ്മയും പ്രീതമേമ്മയും ദീമേമ്മയും എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. കാരണം കുറേ വർത്താനം പറയുന്നുണ്ടായിരുന്നു ഇടയിൽ. അതുകൊണ്ട് കുറേ സമയം പോയി. പിന്നെ പൂക്കളം നമ്മളിട്ട് അതിന് ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് ദീമേമ്മ വന്ന് പൂവൊക്കെ ആയിട്ട് തറവാട്ട് പോയിട്ടുണ്ട് കേട്ടോ. മേമ അവിടെ ഓൾറെഡി പൂക്കള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അമ്മ സ്കൂളിൽ ഈ തിരുവാതിരയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പിള്ളേർക്ക് സാരിയൊക്കെ എടുപ്പിച്ചു കൊടുക്കും കേട്ടോ. പിന്നെ അമ്മ സാരി എടുക്കുന്നത് നല്ല ഭംഗിയാണെന്ന് പൊതുവേ സ്റ്റുഡൻസൊക്കെ ഫീഡ്ബാക്ക് പറയാറുണ്ടെന്നാണ് അമ്മ പറയാറ്. പക്ഷേ ഞാനും അമ്മയും കൂടെ സാരി എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും അതൊരു അടിയിലാണ് അവസാനിക്കാറ്. ഇന്ന് എന്തോ ഭാഗ്യത്തിന് അടി ജസ്റ്റ് മിസ്സായിരുന്നു കേട്ടോ. എന്തായാലും അമ്മയും പ്രീതമേമ്മയും ആമയും കൂടെ തറവാട്ടിൽ പോയിട്ടുണ്ട്. നമ്മളിത് ഏകദേശം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ബെയിലിനെയും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് പോവാം. ഞങ്ങളൊരു ഗെറ്റ് റെഡി ഒക്കെ ചെയ്തായിരുന്നു. ബെയിലി ഉണ്ടായിരുന്നു അതില്. പക്ഷെ ഞങ്ങളുടെ ധൃതി കാരണം അവസാനം ബെയിലിനെ കൂട്ടാൻ പറ്റില്ല. പൊട്ട് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇതുണ്ട് പക്ഷെ മുണ്ടെടുത്തത് ശരിയായില്ല. പോവാ നമുക്ക്. പോവാ ബെയിലി. ഷട്ടി ഉണ്ണാൻ പോവാ. നോക്കാം. സദ്യ ഉണ്ണാൻ പോവാന്നാട്ടോ ഞാൻ പറഞ്ഞത്. ഞാനത് രണ്ടാമത് കേട്ടപ്പോൾ ഞാൻ വേറെന്തോ ആണ് കേട്ടത്. നിങ്ങളെന്താ കേട്ടത്? അപ്പോൾ എന്തായാലും ഫൈനലായിട്ട് ബെയിലിനെ ഇവിടെ നിന്ന് റെഡിയാക്കി എടുത്ത് നമുക്കിനി പോവാം. ബെയിലി ആകെ അടങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിലും പിന്നെ നമ്മുടെ മെയിൻ ഗേറ്റില്ലേ അവിടെയും. കാരണം ബെയിലിക്ക് സർക്കിട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. വാ പോവാം എന്ന് പറഞ്ഞാൽ ബെയിലി ഓടിപ്പോയി. കണ്ടോ ഈ ഓട്ടം അതിനാണ്. ഈ ഓട്ടം കൂടി ഗേറ്റിൻ്റെ അവിടെ കാവൽ നിൽക്കും ആരെങ്കിലും ബെയിലിനെ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മളിതേ ഇനി വീടൊക്കെ പൂട്ടി തറവാട്ടിൽ പോവുകയാണ് കേട്ടോ. ബെയിലി റെഡിയായി നിൽക്കുന്നുണ്ട്. ബെയിലിക്ക് ആ ഗേറ്റും തുറന്നു കഴിഞ്ഞാൽ ബെയിലി ഓടുന്ന സ്പീഡ് ഉണ്ടല്ലോ, നമ്മൾ ഈ വിളിച്ചോണ്ട് ഓടും. ബെയിലി സദ്യ ഉണ്ണാൻ പോവാൻ റെഡിയായി നിൽക്കുക കേട്ടോ. ഇത്ര വെയിറ്റിംഗ് ആരും ഉണ്ടാവില്ല. കഴിഞ്ഞ 10 മിനിറ്റ് ആയിട്ട് ബെയിലി അവിടെ വെയിറ്റിംഗ് ആണ് സദ്യ ഉണ്ണാൻ വേണ്ടി. തുറന്ന ഒരൊറ്റ ഓട്ടായിരിക്കും. ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴേ എങ്ങനെയാണ് നമ്മുടെ പട്ടിക്കുട്ടന്മാർക്ക് ഈ മുണ്ടൊക്കെ എടുത്ത് കൊടുക്കുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. ഞാൻ ഒരുപാട് തവണ പല രീതിയിൽ വെച്ച് കൊടുത്തിട്ടും അത് അഴിഞ്ഞു പോയി. മേമയുടെ പൂക്കളം ഏകദേശം ഇതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഡിസൈനിനേക്കാളും ഇമ്പോർട്ടൻറ്റ് സമയത്ത് പൂക്കളിട്ട് തീരലാണെന്ന് പറഞ്ഞ് മേമ തുടങ്ങിയതാണ് ഈ പരിപാടി. ഇനി എത്ര തവണ ശരിയാക്കി കഴിഞ്ഞാലും ഈ സാരി എന്ന് പറഞ്ഞ സംഗതി നമ്മൾ ശരിയാക്കി കൊണ്ടേയിരിക്കണം. എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ ഇതെന്ന് എനിക്കറിയില്ല. എത്ര പിന്നി വെച്ച് അവിടെ ഇവിടെയൊക്കെ സെക്യൂർ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ സാരി സ്വന്തമായിട്ട് അങ്ങോട്ട് ഊരിപ്പോകുന്നൊരവസ്ഥയിലോട്ടെത്തും. അപ്പോൾ അപർണയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അമ്മ തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കും സാരിയിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. അതും ഒന്നിവിടെ തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കും സാരി ചുറ്റുന്നത് ഇപ്പം ഇത്ര ഭയങ്കര ഒരു ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമൊന്നും അല്ലല്ലോ, എല്ലാവരും ചെയ്യുന്നതല്ലേ. അങ്ങനെ ഞാൻ 1-2 തവണ ഇത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും, പഠിച്ചിട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഇത് മുഴുവൻ ചുറ്റി തീരുന്നത് വരെ എനിക്കൊരു പേഷ്യൻസ് കിട്ടില്ല. എന്തോ ഒരു ചെറിയ മിസ്സിങ് ഇല്ലേ. രോഹിത് ഇവിടെ ഇല്ല കേട്ടോ. രോഹിത് 2 ദിവസം മുന്നേ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ചെറിയൊരു യാത്ര പോയിരിക്കുകയായിരുന്നു. തിരിച്ച് ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തണം എന്നായിരുന്നു പ്ലാൻ. പക്ഷേ കാര്യങ്ങളൊന്നും നീണ്ടുപോയി. അവന് കുറച്ച് പേഴ്സണൽ ആവശ്യം, ഫ്രണ്ട്സിൻ്റെ കുറച്ച് ആവശ്യങ്ങളൊക്കെ കാരണം ഇന്ന് വൈകുന്നേരം അവൻ വീട്ടിലെത്താൻ. അതുകൊണ്ട് എന്തായി, അവൻ ഓണം നമ്മുടെ ഒപ്പം മിസ്സായി. ഇനി വൈകുന്നേരം എത്തി മെല്ലെ സദ്യയൊക്കെ കഴിക്കട്ടെ. നമ്മളിപ്പോൾ അതിൽ വലിയൊരു പ്രശ്നത്തിലാണ് ഇവിടെ. നമുക്ക് പ്രോപ്പർ ഡിസൈൻ ഇല്ലാത്തതുകൊണ്ട് ഇനി നമ്മൾ എങ്ങനെ ഈ പൂക്കളം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൊരു സംശയത്തിലാണ്. നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ പൂക്കളിട്ടുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് കാര്യമായിട്ടൊന്നും രാവിലെ കുക്ക് ചെയ്യാനില്ലെങ്കിലും എല്ലാവരും റെഡിയായി ഇറങ്ങാൻ എത്ര സമയമായി. പക്ഷെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ അമ്മമ്മ ഈ ഒരു സമയമാകുമ്പോഴേക്ക് ഒരു 12-12:30 ആകുമ്പോഴേക്ക് കുളിച്ച് റെഡിയായി എല്ലാ ഭക്ഷണവും റെഡിയാക്കി ഇവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പൂക്കളൊക്കെ ഇടുന്നുണ്ടായിരുന്നത്. ഒരു വിധം നമ്മുടെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഇവിടെ തീർത്തു. ഇതാണ് നമ്മുടെ പൂക്കൾ കേട്ടോ. ഇത്ര ഗംഭീരമായൊരു പൂക്കളായി തീരുന്നത് നമ്മൾ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇട്ട് വന്ന് അവസാനമായപ്പോഴേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും.
കാര്യമായിട്ടൊന്നുമില്ല. ബേലിയുടെ അനുവാദം ഇല്ലാതെ ഗേറ്റിൻ്റെ ഇപ്പുറത്തോട്ട് പൂച്ച വന്നു. അതിനായിരുന്നു ബേലിക്ക് അത്ര ദേഷ്യം വന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പൂക്കളം? അടിപൊളിയല്ലേ? നമുക്കിനി പൂക്കളൊക്കെ ഇട്ട് തീർന്ന സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചുള്ളപ്പോഴല്ലേ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ഫോട്ടോയിൽ ഇപ്പോൾ അമ്മമ്മയ്ക്ക് അങ്ങനെ വരാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. പിന്നെ രോഹിത് ഇവിടെ ഇല്ല. അപ്പോൾ അവർ രണ്ടുപേരെയും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നമുക്ക് എല്ലാവർക്കും കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. ആരെയും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. അച്ഛൻ അച്ഛമ്മേനെ ഒന്ന് കാണാൻ വേണ്ടി ഇവിടെ അടുത്ത് തന്നെയാണ് അച്ഛമ്മ, അച്ഛൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ വലിയൊന്ന്. അപ്പോൾ അവിടെ പോയി അച്ഛമ്മേനെയൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് വന്നതായിരുന്നു. അങ്ങനെ എല്ലാവരും മാറി മാറി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവസാനം ഞാനും അമ്മയും അച്ഛനും കൂടെ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ ബേലി അത്യാവശ്യം തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്താ ഈ കുടുംബത്തിലുള്ളതല്ലേ എന്നുള്ള മട്ടിൽ. അപ്പോൾ ബേലിനെയും കൂടി എടുത്ത് വന്ന് നമ്മൾ ആ ഒരു ഫാമിലി ഫോട്ടോ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ രോഹിത്തിനെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവനെത്താൻ വൈകുന്നേരമാവും. അവൻ വന്നതിന് ശേഷം നമുക്കിനി പിന്നെ ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു. ഇനി സദ്യയുടെ ആദ്യത്തെ പന്തിയുടെ ഇല ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. ബാക്കിൽ കാണുന്നതാണ് ഇവിടുത്തെ ടാങ്ക്. ആദ്യം വീടിന്റെ തുടക്കത്തിൽ എന്റെ ഒറിജിനൽ മുഖം വന്നു. ആദ്യത്തെ പന്തിയിൽ നമ്മളൊന്നും ഇരുത്തിയില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് ഫോട്ടോ എടുക്കാൻ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടം പോലെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയായിരുന്നു. തിരിച്ച് വന്നപ്പോഴും അവരുടെ സദ്യ കഴിപ്പൊന്നും കഴിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും അത്ര വിശക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ സദ്യ എല്ലാം കഴിച്ചു തുടങ്ങി, ആ മണക്കടിച്ചു തുടങ്ങിയപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം വിശപ്പൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും കഴിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് പെട്ടെന്ന് ആരും എണീക്കും തോന്നുന്നില്ല. നമ്മൾ പോയി എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ, അനുവാണ് എനിക്ക് ഫോട്ടോസൊക്കെ എടുത്തു തന്നത്. അപ്പോൾ അതെല്ലാം എങ്ങനെ എഡിറ്റ് ചെയ്യും, സെൻഡ് ചെയ്യുന്നുള്ള ഡിസ്കഷൻസൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം പിൻട്രസ്റ്റ് നോക്കിയിട്ട് ഓരോ പുതിയ പോസുകൾ എങ്ങനെ ചെയ്യാമെന്ന് അപർണതേ ഇവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഈവനിങ് നമ്മളെല്ലാവരും കൂടെ കോട്ടയ്ക്കൽ പോവുകയാണ്. കോട്ടയ്ക്കലാണ് ദീമയുടെ അപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. അപ്പോൾ അവിടെയാണ് ഇന്ന് രാത്രി നമ്മളെല്ലാവരും സ്റ്റേ. അതായത് നമ്മൾ പേരക്കുട്ടികളെല്ലാവരും കൂടെ സ്റ്റേ. അപ്പോൾ അടുത്ത ദിവസം സിനിമയ്ക്ക് പോകാൻ പറ്റുമെന്നുള്ള ഡിസ്കഷൻസൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയമായപ്പോക്ക് ആദ്യത്തെ പന്തി സദ്യത ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിരിക്കാം. ഈ ഒരു സമയമായപ്പോക്കുണ്ടല്ലോ വിശന്ന് നല്ലൊരവസ്ഥ എത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വിഷു ആയിരുന്നു നമ്മൾ നാട്ടിലുണ്ടായിരുന്നത്. അതിന് മുന്നത്തെ കൊല്ലം ഓണം ഞാനും വിഷ്ണുവും കൂടെ നാട്ടിലായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അമ്മമ്മ എത്ര ഇൻവോൾവിങ് ആയിരുന്നു ഓരോ സെലിബ്രേഷനിലുള്ളത്. എനിക്കിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ എനിക്ക് മിസ് ചെയ്യുന്നതും എനിക്കൊരു വിഷമം തോന്നിയും കാര്യം അത് തന്നെയാണ്. പക്ഷെ എന്താ ചെയ്യുക, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ ആക്സെപ്റ്റ് ചെയ്തും അതിനായിട്ട് പൊരുത്തപ്പെട്ടും മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സാധാരണ ഞാനും വിഷ്ണു നാട്ടിൽ വരുമ്പോൾ നമ്മൾ ഓരോ കൊല്ലവും ഓരോ സെലിബ്രേഷൻ്റെ സമയത്താണ് വരാറ്. അതായത് വിഷു, ഓണം അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഒരു തവണ ഒരു വീട്ടിലാണെങ്കിൽ അടുത്ത തവണ അടുത്ത വീട്ടിലായിരിക്കും. എന്നിട്ട് സദ്യ എല്ലാം കഴിച്ച് വൈകുന്നേരം നമ്മൾ അടുത്ത വീട്ടിലോട്ട് പോകും. വിഷ്ണു ഇവിടെ ഡ്രൈവ് ചെയ്യുകൊണ്ട് എങ്ങനെ പോകും എന്നുള്ള വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇവിടെ ഇതുവരെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലല്ലോ. പിന്നെ ബസ്സിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര മടിയായി. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് പോണ്ട, നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് വിഷ്ണുവിൻ്റെ വീട്ടിൽ പോകാമെന്നുള്ളത്. ഈ ഒരു മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. നല്ല കിടലൻ സദ്യയൊക്കെ കഴിച്ച് പായസമൊക്കെ കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ ഒരു പ്രത്യേക തരം ഉറക്കം വരാനില്ലേ, ആ ഉറക്കം വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്നു തുടങ്ങിയിട്ടില്ല. നമ്മളെല്ലാവരും കൂടെ താത്തയെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ കുറച്ചധികം ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇവിടെ എത്തിയപ്പോഴൊക്കെ എൻ്റെ എനർജി തീർന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് കിടന്നാൽ മതി എന്നുള്ള അവസ്ഥ എത്തി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സദ്യയൊക്കെ കഴിച്ചിട്ട് വരുന്ന ഉറക്കമുണ്ടല്ലോ. അത് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു ഉറക്കമാണ്. എനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അപർണ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഈ ഒരു റൂമിൻ്റെ അവസ്ഥ നോക്കി നോക്കൂ. നമ്മൾ ഇത്രയും ആൾക്കാർ റെഡിയായി ഇറങ്ങിയിട്ടുള്ള റൂമാണിത്. ഇനി ഇതൊന്ന് തിരിച്ച് പഴയതുപോലെ ആക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരറ്റത്തു നിന്ന് തുടങ്ങാം. ഇവിടെ ആരുടെയൊക്കെ സാധനങ്ങളുണ്ടെന്നുള്ളത് എനിക്ക് തന്നെ വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ അപർണയുടെയാണോ ആമിയുടെയാണോ എന്നൊക്കെ ചോദിച്ച് മാറ്റി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ മാത്രമല്ല കേട്ടോ, എനിക്ക് എപ്പോഴും ഒരു പ്രശ്നമാണ്. എനിക്ക് മാറ്റണം എന്ന് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഞാൻ ഇങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ വേണ്ടി റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ആ റൂം മൊത്തം പരത്തിയിട്ടായിരിക്കും ഞാൻ റെഡി ആവുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാണ് ഈ ഒതുക്കുന്ന പരിപാടി. ആ ഒരു സമയത്ത് ടയേർഡായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒതുക്കുമ്പോഴൊക്കെ ഭയങ്കര ദേഷ്യം വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് പോകുന്നതിൻ്റെ മുന്നേ തന്നെ വൃത്തിയാക്കി വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുക എന്നുള്ളത്. സമയം 4 മണിയായി. പക്ഷെ ഭയങ്കര സമാധാനം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കാര്യമായി കയ്യിൽ മുല്ലപ്പൂവും കണ്ണിൽ കണ്ണടിയും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കോട്ടയ്ക്കൽ പോവുകയാണ്. കോട്ടയ്ക്കലാണ് ആമിയുടെ ഫ്ലാറ്റ് ഉള്ളത് അല്ലേ. ആമിയുടെ അപ്പാർട്ട്മെൻറ്റ് കോട്ടയ്ക്കലാണ്. അപ്പോൾ കോട്ടയ്ക്കൽ ഇന്ന് നമ്മളെല്ലാവരും കൂടെ കോട്ടയ്ക്കലാണ് സ്റ്റേ. ഞാനും അപ്പവും അപർണയും
രോഹിത്തും അനു ആമിയും എല്ലാവരും ആയില്ലേ? എല്ലാവരും ആയി. കുറച്ചു നേരം ഞാനും അപർണയും അപ്പവും അനുവും കൂടെ കിടന്ന് ഉറങ്ങി കേട്ടോ. അതിനുശേഷം എണീറ്റ് ഞാൻ പറഞ്ഞില്ലേ നമ്മളെല്ലാവരും കൂടെ ഇന്ന് പോവുകയാണ്. അപ്പോൾ 2 കാറിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എല്ലാ ആൾക്കാരും ഒരു കാറിൽ കൊള്ളില്ലല്ലോ. കോട്ടയ്ക്കിൽ തന്നെയാണ്, 20 മിനിറ്റേ ഉള്ളൂ. നമ്മളിവിടെ ദീമേമയുടെ അതായത് ആമിയുടെയും അനുവിൻ്റെയും അപ്പാർട്ട്മെൻറ്റിലെത്തി. നമ്മളിന്ന് ഡിന്നർ പുറത്തുനിന്നാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കഫേ ഉണ്ട്, അവിടെ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് പത്ര വിളിച്ചത്. താളെ കളിയൊക്കെ നമ്മളിവിടെ സൈൻ കഫേയിൽ പോകാൻ വേണ്ടി പോകും. ഞാൻ നാട്ടിലോട്ട് വരുന്ന സമയം അധികം ഞാൻ ഏകദേശം ഒരു 3-4 മാസം മുന്നേ ഇവരെയൊക്കെ അറിയിക്കാറുണ്ട് കേട്ടോ. എല്ലാവരും ആ സമയത്ത് ഏകദേശം ഒന്ന് ഫ്രീ ആവാറുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ കൊല്ലത്തിലൊരിക്കലോ 2 കൊല്ലത്തിലൊരിക്കലോ ഒക്കെയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഒത്തുചേരാനുള്ളൊരു സിറ്റുവേഷൻ വരുന്നത്. ആ ഒരു സമയത്ത് എല്ലാവരും കുറച്ച് ഫ്രീ ആയി നമ്മളെല്ലാം പ്രോപ്പർ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാരണം റിലേഷൻഷിപ്സ് നഷ്ടപ്പെട്ടു പോകാൻ വളരെ എളുപ്പമാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റിയോട് കൂടിയും സ്നേഹത്തോടു കൂടിയും നിലനിർത്താൻ കുറച്ച് എഫേർട്ട് ചില സിറ്റുവേഷനിൽ ആവശ്യം വരും. അപ്പോൾ നമ്മളെല്ലാവരും അത് ഈക്വലി ഇടാറുണ്ട്. നമ്മളെല്ലാവരും ജസ്റ്റ് കാണുമ്പോൾ മാത്രമല്ല കേട്ടോ, അത്യാവശ്യ സമയം ഫോണിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല സമയം മാറ്റി വെക്കാറുണ്ട്. കാരണം കുറച്ച് കാലം കൂടെയൊക്കെ കഴിഞ്ഞ് ഈ പാമിയൊക്കെ വളർന്ന് വലിയ കുട്ടിയാവുമ്പോൾ നമ്മളെല്ലാവരും തമ്മിൽ നല്ലൊരു ബന്ധം വേണമെന്ന് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യം തന്നെയാണ്. രോഹിത്തിൻ്റെ വരവ് നീണ്ടു പോവുകയാണ് കേട്ടോ. ആദ്യം അപ്പാർട്ട്മെൻറ്റിലോട്ട് എത്താമെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കഫേയിലോട്ട് എത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല അത് കുറച്ചും കൂടെ രാത്രിയായി കിടക്കാൻ നേരമാകുമ്പോൾ അപ്പാർട്ട്മെൻറ്റിലോട്ട് എത്തുന്നേണ്ടായിരിക്കുള്ളൂ. ചില കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമുക്ക് എത്ര സമയം എടുക്കുന്നൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അവരുടെ എന്തൊക്കെയോ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് കുറച്ചും കൂടെ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ എത്തുമായിരിക്കും രാത്രിയാകുമ്പോഴേക്കെന്ന് വിചാരിക്കുന്നു. ഓണം വെക്കേഷൻ കഴിയുമ്പോഴേക്ക് എല്ലാവരും പോവായി കേട്ടോ. അനുവും അപ്പവും തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവും. അപർണയ്ക്ക് പിന്നെ ലീവൊന്നുമില്ല. അപർണ ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1-2 ദിവസം ലീവ് എടുത്തിട്ടാണ് അപർണ നമ്മുടെ ഈ പരിപാടിക്കൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാനും ഓണം വെക്കേഷൻ കഴിയുന്ന സമയമാകുമ്പോഴേക്ക് ഏകദേശം തിരിച്ചു പോകും. നിങ്ങൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ആംസ്റ്റർഡാമിലെ വീഡിയോ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഒരു മാക്സിമം ഒരു 5-6 ദിവസം കൂടെ, അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ആംസ്റ്റർഡാമിലെത്തും. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് നാട്ടിലെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ ഏകദേശം ഒരു കൊല്ലത്തോളം കാത്തിരിക്കേണ്ടി വരും. നല്ല കഫേ ആയിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കഫേ അടയ്ക്കുന്നത് വരെ അവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് പോലും ഇല്ല. ഞാനും ദീമേമയും കൂടെ പറയായിരുന്നു കേട്ടോ, ഏതോ ഒരു കറുത്ത കാറിൽ കയറാൻ വേണ്ടി പോകുമായിരുന്നു. മേമ പറയുക, മേമയ്ക്ക് എല്ലാ കറുത്ത കാറും മേമയുടെ കാറാണെന്ന്. അതേപോലെ തന്നെ എനിക്കും എല്ലാ വെളുത്ത കാറും എനിക്ക് എൻ്റെ കാറാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നല്ലൊരു ദിവസമായിരുന്നു. എന്നും ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കുന്ന നല്ലൊരു ഡേ ആയിരുന്നു, നല്ലൊരു ഓണമായിരുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സസ്നേഹം, തനി മലയാളി. ടാറ്റാ.